ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓഡിയൻസിനെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ കുറിച്ച് പറയാനാട്ടോ. അദ്ദേഹം ഇപ്പോൾ പുതിയൊരു ഉടായ്പായിട്ട് വന്നിരിക്കുകയാണ്. ഉടായ്പ് വേറൊന്നല്ല, നമ്മുടെ കൈനീട്ടം ഉടായ്പ്. എന്തായാലും നല്ല രസമുണ്ടല്ലേ കേൾക്കാനായിട്ട്. നാളെയില്ലല്ലേ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വേറെ ആരെക്കുറിച്ചല്ല പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, നമ്മുടെ സ്വന്തം മല്ലു ഫാമിലിയിലെ സുജിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പുതിയൊരു ഉടായ്പായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ആദ്യമായിട്ടല്ല ഇത്ര ഉടായ്പകൾ ചെയ്യുന്നത്, പക്ഷെ അത് ഞാൻ കണ്ടെടുത്തോളം മറ്റുള്ളവർക്ക് ഉപദ്രവകരമായിട്ടുള്ളൊരു ഉടായ്പകളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് അവരെ ജീവിക്കാനായിട്ട് മറ്റുള്ളവർ ഉപദ്രവിക്കാതെ കുഞ്ഞു കുഞ്ഞു ഉടായ്പകളൊക്കെ ചെയ്ത് ജീവിക്കുന്നതാണ് ഞാൻ മുന്നെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അവർ ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് ഉണ്ടാക്കി പറഞ്ഞ പിന്നെ മറ്റേ തംബ്നെയിലൊക്കെ ആളുകളെ മിസ്ലീഡ് ചെയ്യുന്നത് തംബ്നെയിലിടുക, പിന്നെ ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പറയുക, ഇങ്ങനെ. അതിപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂസ്, അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉടായ്പകളൊക്കെ ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഉടായ്പ ലെവല് ഒരു പടി മുകളിലേക്ക് പോയിരിക്കുകയാണ്. വേറൊന്നല്ല, അദ്ദേഹം നാട്ടുകാരെയും കൂടെ പറ്റിച്ച് ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ വേൾഡ് ആയതുകൊണ്ട് കൈനീട്ടത്തിലൂടെയും ആളുകളെ പറ്റിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഇൻസിഡൻറ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സുജിൻ, നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിൻ ഉണ്ടല്ലോ, അവർ വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊരു സ്റ്റോറി ഇടുകയാണ്. കൈനീട്ടം, അദ്ദേഹത്തിന് കൈനീട്ടം കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഒരു QR കോഡൊക്കെ വെച്ചിട്ട് അദ്ദേഹം സ്റ്റോറി ഇട്ടു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആരും അയച്ചില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം അടുത്തൊരു ഉടായ്പായിട്ട് വന്നു. അപ്പം ഞാൻ ആരോ അദ്ദേഹത്തിന് കൈനീട്ടം കൊടുത്തു, അത് അദ്ദേഹം ഡബിളായിട്ട് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം വന്നിട്ട് വേറൊരു സ്റ്റോറി ഇട്ടു. നാട്ടുകാരൊക്കെ ഇളകി. സോ അവരെല്ലാവരും വിചാരിച്ചു, ഓക്കെ, നമ്മൾ ആ 100 കൊടുത്താൽ 200 നമുക്ക് കിട്ടും, 500 കൊടുത്താൽ 1000 കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വേറെ പറയണ്ടല്ലോ. ഇത് കണ്ട ഉടനെ കുറെ ആൾക്കാർ ചാടിക്കേറി അയാൾക്ക് കുറെ പൈസ അയച്ചു കൊടുത്തു. എന്ത് പറയാനാ, കൊടുത്തവരെല്ലാവരും ഇപ്പൊ പെട്ട് കിടക്കുകയാണ്. ആർക്കും ഡബിളായിട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല. ഡബിളായിട്ട് മാത്രമല്ല, അവർ കൊടുത്ത എമൗണ്ട് പോലും ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടില്ല. ഇപ്പൊ നാട്ടുകാർ കൊടുത്ത ആൾക്കാരൊക്കെ കിടന്ന് നല്ല കരച്ചിലാണ്. എനിക്ക് ഡബിളൊന്നും വേണ്ട, എനിക്ക് ഞാൻ അയച്ച സാധനമെങ്കിലും അത് തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കിടന്ന് കരച്ചിലാണ്. ഞാൻ അവരുടെ വീഡിയോസിൻ്റെ കമൻറ്റ്സ് നോക്കിയപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 20 to 30 ആൾക്കാർ ഇവർക്ക് മിനിമം ഇവർക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് എക്സ്പെക്ട് ചെയ്തിട്ട് അയച്ചു കൊടുത്തവരാണ്. എന്നാണ് എനിക്ക് ഡബിളായി തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അയച്ചു കൊടുത്തതാണ്. അപ്പോൾ അവരൊക്കെ അവിടെ കിടന്ന് കരയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് എൻ്റെ എമൗണ്ട് എങ്കിലും തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഞാൻ ഈ അയച്ചു കൊടുത്ത ആൾക്കാരെയും കുറ്റം പറയും. ഈ ചെയ്ത സുജിനെ പിന്നെ എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഭയങ്കര ഫ്രോഡ് പരിപാടിയാണ്. അപ്പോൾ ഇവർ കേസ് കൊടുക്കുമെന്നൊക്കെയാണ് കുറേ ആൾക്കാരൊക്കെ പറയുന്നത്. പക്ഷേ 500 രൂപക്കൊക്കെ കേസ് കൊടുത്താൽ എങ്ങനെയാണ് അതിൻ്റെ ലീഗൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. സോ എന്തായാലും കുറേ ആൾക്കാർ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. സോ നമ്മളിപ്പോൾ കുറേ ഓൺലൈനിൽ ഒരുപാട് ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാണുമ്പോഴത്തേനും ചാടി കയറി അതിലേക്ക് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു എമൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ആലോചിക്കണമല്ലേ. നല്ലപോലെ ചിലപ്പോൾ ഇവർ ഈ മല്ലു ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. സോ നമ്മൾ ഡെയിലി കാണുന്ന ഒരാളാണെങ്കിൽ അവരോട് നമുക്ക് അതൊരു ഫാമിലി മെമ്പറിനെ പോലെ ആയിരിക്കും പല ആളുകളും കാണുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ നമ്മളെ ചതിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. സോ കുറേ ആൾക്ക് ഇതിൽ കൂടുതൽ സ്ത്രീകളാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പം ഈ ചേച്ചിമാരൊക്കെ വിചാരിച്ചു, നീ ഓക്കെ സുജിൻ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളാണ്, അപ്പോൾ എന്തായാലും നമ്മൾ 100 കൊടുത്ത് 200 തരുമായിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഇവരെല്ലാം കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത്. പക്ഷെ സുജിൻ നല്ല ഉടായ്പകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു എമൗണ്ട് വിഷുക്കനായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വൈഫും അമ്മയും കുട്ടികളൊക്കെ ആയിട്ട് എവിടെയൊക്കെ ടൂറൊക്കെ പോയി നല്ല പോലെ വിഷു അദ്ദേഹം ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷു ആഘോഷിക്കാൻ പോലും പൈസ ഇല്ലാതെ വെറും 500 രൂപ മാത്രം കയ്യിലും അക്കൗണ്ടിലും ഉണ്ടായിരുന്ന ചേച്ചിമാരൊക്കെയാണ് ഇവർക്ക് പൈസ അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം അവരുടെ ഒരു അവസ്ഥ ആലോചിക്കുകയാണെങ്കിൽ, സുജിൻ എന്ന് പറയുന്ന ആൾ ഓട്ടോ ഓടിച്ച് നടന്നിരുന്ന ആളാണ്. സോ നാളല്ലേ സുജിനെ നിനക്ക് ഈ പാവങ്ങളൊക്കെ പറ്റിച്ചിട്ട് നിന്റെ വിഷു ആഘോഷിക്കാനായിട്ട് മര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിച്ചൂടെ? ഓക്കെ, ഇനി യൂട്യൂബിൽ നിന്ന് നിനക്ക് നല്ല റവന്യൂ കിട്ടുന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് നിനക്ക് ജീവിച്ചാൽ പോരാ. അതിൻ്റെ കൂടെ ഈ നാട്ടുകാരെ പറ്റിക്കുന്ന എന്തിനാണ് നീ? കുറച്ചെങ്കിലും ഒരു നാണുമാനമൊക്കെ വേണ്ടേ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നതിന്? നല്ലപോലെ നീയും, നിനക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്, നിന്റെ വൈഫിനൊരു യൂട്യൂബ് ചാനലുണ്ട്, അത്യാവശ്യം നല്ല റീച്ചുള്ള ചാനലല്ലേ, നിങ്ങൾക്ക് നല്ല എമൗണ്ട് കിട്ടുന്നില്ലേ? എന്തിനാണ് നിങ്ങളിങ്ങനെ പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നത്? കുറേ ആൾക്കാർ ഇവർക്ക് പൈസ അയച്ചു കൊടുത്തു. പൈസ അയച്ചു കൊടുത്തതിന് ശേഷം ഇവൻ വീണ്ടും ഒരു സ്റ്റോറി ആയിട്ട് വന്നു. ആ സ്റ്റോറിയിൽ ഇങ്ങനെയാണ് പറയണത്, ഞാൻ കേൾപ്പിക്കാവേ. വിഷു കൈനീട്ടം തിരിച്ചു കിട്ടിയില്ല സുജിനേട്ട എന്ന് പറഞ്ഞ് ഇനി ആരും മെസ്സേജ് അയക്കണ്ട, എൻ്റെ ഫ്രണ്ട്സിനും മെസ്സേജ് അയക്കണ്ട. വിഷു കഴിഞ്ഞു, ഇനി അടുത്ത കൊല്ലം കാണാം. തിരിച്ചു കിട്ടാത്തവർക്ക് അടുത്ത കൊല്ലം വിഷു കിട്ടുതരാം.
സോ അടുത്ത കൊല്ലത്തെ വിഷു വരെ ഇവൻ ഓർത്തിരിക്കുമോ ഇത്രയും ആൾക്കാർ ഇത്രയും പേര് എനിക്ക് ഈ വർഷം കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു, ഇതിൽ ഇത്ര പേർക്ക് ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നൊക്കെ ഓർത്തിരിക്കുമോ? യൂട്യൂബിലൂടെ അത്യാവശ്യം വരുമാനമുള്ള ഒരു യൂട്യൂബറാണ് ഇയാൾ എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡ്രീം റൈഡർ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്. അപ്പോൾ അവരും ഈ സുജിനും തമ്മിൽ നേരത്തെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം ഈ ഇപ്പോഴും ഫ്രണ്ട്സ് ആണെന്ന് കരുതി കുറേ ആൾക്കാർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. കാരണം സുജിന്റെ നമ്പറൊന്നും അവരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ തേടി കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഡ്രീം റൈഡർ എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിച്ചു. അവർ തമ്മിൽ നേരത്തെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അവർ കണ്ടുപിടിച്ചിട്ട് അവരുടെ അടുത്ത് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു ഞാനും സുജിനുമായിട്ട് ഇപ്പോൾ ഫ്രണ്ട്സ് ഒന്നും അല്ല, സോ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ബന്ധമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. ഒരു ചേച്ചി വന്നിട്ട് അവരതിൽ ആകെ 500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് അവരുടെ മോൻ ഒരു വിഷുക്കോടി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അവരുടെ അമ്മ എങ്ങാനും കൊടുത്ത ഒരു എമൗണ്ട് ആണ്. ഒരു 500 രൂപ ഉണ്ടായിരുന്നു. അപ്പം അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോഴത്തെ കാലത്ത് 500 രൂപക്കൊരു നല്ലൊരു ഉടുപ്പൊന്നും വാങ്ങിക്കാനുള്ള പൈസ അല്ലല്ലോ 500 രൂപ എന്ന് പറയുന്നത്. അപ്പം 500 കൊടുത്തിട്ട് 1000 കിട്ടുവാണെങ്കിൽ എൻ്റെ മോനൊരു നല്ല ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ഇവർക്ക് വിഷു കൈനീട്ടം കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ ഈ പാവപ്പെട്ട ചേച്ചി ഇവർക്കൊക്കെ വിഷു കൈനീട്ടം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ചേച്ചി ഇപ്പോൾ കരഞ്ഞു പറയുകയാണ് എനിക്ക് വിഷു കൈനീട്ടത്തിന് ഡബിളായിട്ടൊന്നും അവർ തിരിച്ചു തരണ്ട, ഞാൻ ഇട്ട് കൊടുത്ത എമൗണ്ടെങ്കിൽ തന്നാൽ മതി. അല്ലെങ്കിൽ ആ ചേച്ചിൻ്റെ ഹസ്ബൻഡ് അറിയുമ്പോഴത്തേനും അവിടെ ഭയങ്കര പ്രശ്നമാവും. കാരണം സാധാരണക്കാരായ ആൾക്കാർക്ക് 500 രൂപ എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ടാണ്. അപ്പം സുജിന് ചിലപ്പോൾ ഇപ്പോൾ വലിയ യൂട്യൂബറൊക്കെ ആയതുകൊണ്ട് 500 രൂപക്ക് വിലയുന്നുണ്ടായിരുന്നു. ആ ചേച്ചിക്ക് 500 രൂപ എന്ന് പറയുന്നത് മേ ബി 5000 or 50,000 വാല്യൂ ഉണ്ടാവും. അതൊക്കെ ഓരോ ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ സുജിന് കഴിയുകയാണെങ്കിൽ ഇത്ര പാവങ്ങളെ പറ്റിച്ച് ജീവിക്കാതിരിക്കുക എന്നാണ് എനിക്ക് സുജിൻ്റെ അടുത്ത് പറയാനുള്ളത്. എന്തിനാ സുജിനെ ഇത്ര പാവപ്പെട്ട ജനങ്ങളെയൊക്കെ പറ്റിച്ച് ജീവിക്കുന്നത്? അവരൊക്കെ അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അവരൊരു 500 രൂപ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ആ 500 രൂപയ്ക്ക് പറ്റിച്ച് ജീവിച്ചാൽ നീയൊന്നും എവിടെ എത്തില്ല. നീ ഒരു ഓട്ടോക്കാരനായിരുന്നില്ല, നീ ഓട്ടോ ഓടിച്ച് ജീവിച്ചിരുന്ന കാലത്ത് നീ ഒരു 500 രൂപയ്ക്ക് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും? നിന്റെ ചാനൽ നീ എപ്പോഴും നിന്റെ പഴയ കാലത്തെ നീ എത്ര ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരുന്നതെന്നും നീ എത്രമാത്രം ഒരു പൈസ ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതും നിന്നെ ആരും സഹായിക്കാതിരുന്നതും നീ എത്രമാത്രം നിന്റെ അമ്മയ്ക്ക് വേണ്ടി സിസ്റ്ററിനൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നീ പല സമയത്തും പറയുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പൊ നിനക്ക് ഒരു പാവപ്പെട്ടവന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊന്നും എനിക്ക് യൂട്യൂബൊക്കെ വന്ന് കുറെ പൈസയൊക്കെ ആയപ്പോഴത്തേനും നീ അതൊക്കെ മറന്നുപോയോ? ഒന്ന് പുറകിലോട്ട് വല്ലപ്പോഴൊക്കെ തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഇനി തമ്മനയിൽ ഉണ്ടാക്കി മിസ്ലീഡ് ചെയ്ത് നീ ആളുകളെ വ്യൂസ് കയറ്റുന്നതൊന്നും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇതുപോലെ പാവപ്പെട്ട ആളുകളുടെ അടുത്തുനിന്ന് പൈസ ഒക്കെ വാങ്ങി പറ്റിക്കുക എന്നുള്ളത് വല്ലാത്തൊരു ഫ്രോഡ് പരിപാടിയാണ്. നിങ്ങളടുത്ത് എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഇത്ര നാണം കെട്ട് ജീവിക്കരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വാങ്ങിച്ച പൈസയെങ്കിലും തിരിച്ചു കൊടുക്കുക. ഡബിൾ അല്ലെങ്കിൽ ആ വാങ്ങിച്ച പൈസയെങ്കിലും നിങ്ങൾ തിരിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇത് കാണുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഓരോരോ യൂട്യൂബേഴ്സിനെ ഫോളോ ചെയ്യുമ്പോഴത്തേനും അവരുടെ പാസ്റ്റ് ആക്ടിവിറ്റീസ് നോക്കുക, അവര് എത്ര ജെന്യുവിനാണെന്ന് മനസ്സിലാക്കുക. എല്ലാ യൂട്യൂബേഴ്സും ഒരുപോലെയല്ല. നിങ്ങൾ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? അവര് പലപ്പോഴും പല ഉടായ്പകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ വിശ്വസിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ അധ്വാനിച്ച പൈസ നിങ്ങൾ തന്നെ സൂക്ഷിക്കാൻ പഠിക്കുക. വേറൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.